ാണ് ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ നടത്തിയത്. അതിനാൽ ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനമായും കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഭഗവാൻ ഗീതോപദേശം നൽകിയ ദിനം കൂടിയാണിത്. ഭഗവാൻ മഹാവിഷ്ണു ദേവീദേവന്മാർക്കൊപ്പം ഗുരുവായൂർക്ക് എഴുന്നള്ളുന്ന ദിവസമാണിതെന്നാണ് വിശ്വാസം. അതിനാൽ അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്താൻ കഴിയുന്നത് പോലും സുകൃതമാണ്. 2 വിധത്തിലുള്ള ഏകാദശികളാണുള്ളത്. ഒന്ന് ഭൂരിപക്ഷ ഏകാദശിയും മറ്റൊന്ന് ആനന്ദപക്ഷ ഏകാദശിയും. ഇതിൽ ഭൂരിപക്ഷ ഏകാദശി എടുക്കരുതെന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യ ദുഃഖം നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് വിശ്വസിക്കപ്പെടുന്നു. സാധാരണ എടുക്കുന്ന ഏകാദശി ആനന്ദപക്ഷ ഏകാദശിയാണ്. ഭൂരിപക്ഷ ഏകാദശിയും അനന്തപക്ഷ ഏകാദശിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തിഥികൾ വരുന്ന 3 ദിവസങ്ങളിലായി നീണ്ടുകിടക്കുന്നതാണ് ഏകാദശി വ്രതം. ഏകാദശിയുടെ തലേദിനം ദശമി ദിനവും ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിനമാണ്. ഇതാണ് ആനന്ദപക്ഷ ഏകാദശി. ചില അവസരങ്ങളിൽ ദശമി ഉച്ചവരെയേ ഉണ്ടാവുകയുള്ളൂ.